നല്ലൊരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റോടുകൂടി ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇവിടുത്തെ കുറച്ച് ഗാർഡൻ കാഴ്ചകളാകാം. ആദ്യം ഓറഞ്ചാണെന്ന് തെറ്റിദ്ധരിച്ചു. ഈ താഴെ ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് കണ്ട താഴോട്ട് പോ. താഴെ നിറയെ ഓറഞ്ചാണ്. റൈറ്റ് സൈഡില് കേട്ടാ. ആ മറ്റേ അച്ചാറിട്ട് നാരങ്ങില്ലേ, അതാ സാധനം. നമ്മൾ ഓണത്തിനൊക്കെ മേടിച്ചിട്ട് നമ്മൾ അച്ചാറിടായിരുന്നു വേണ്ട, അതാ സാധനം. കൊള്ളാട്ടോ. ആദ്യം പെട്ടെന്ന് കണ്ടപ്പോ ഓറഞ്ച് പോലെ തോന്നി, പക്ഷെ നിറയെ ഉണ്ട്. ഇതിനുള്ളിലേക്ക് പോണം. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാ പൊളി. പാഷൻ ഫ്രൂട്ട് അല്ല, അത് അവക്കാഡോയാണ്. നല്ല പഴുത്ത. വല്ല നിപ്പയും വന്നാലാ? ഇത് പഴുത്തല്ല, മഞ്ഞ കളറാണ്. വേണ്ട. നല്ല വെറൈറ്റി പൂക്കളും അച്ചാറിടാൻ പറ്റിയ അമ്പഴങ്ങയൊക്കെ ഉണ്ട്. നിപ്പ. ഇവിടെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ. ഇനി ഇതെന്താണ് ഈ കാണുന്നത്? ഈ കാണുന്നത് എന്താന്നറിയോ? ഇതെന്താണ് അറിയില്ലല്ലേ. ഇതെന്താന്ന് അറിയുന്നവര് കമന്റ് ചെയ്യുക. ഇത് അറിഞ്ഞുകൂടാത്തതായിട്ട് ആരും ഇല്ല. ഇത് നമ്മുടെ മാതളം, നമ്മുടെ സ്വന്തം മാതളം. ഒരുപാട് നല്ല വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ. പക്ഷെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റെമ്മിലാണ് കൂടുതലും വരുന്നത്. എന്താന്ന് അറിയില്ല. ഇതെന്താന്നറിയോ? അബിയു ഫ്രൂട്ട്. മഞ്ഞ ഫ്രൂട്ട് കാണിക്കത്തില്ലേ? ഇടയ്ക്ക് മമ്മൂട്ടിയുടെ വീട്ടിലോ ഒരുപാട് കൃഷികളുണ്ട് ഇവിടെ. അതിന്റെ കൂട്ടത്തിൽ കണ്ടതാണ് ക്യാബേജ് കൃഷി. നല്ലൊരു റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കും പോലെ. കസ്റ്റാർഡ് ആപ്പിൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് കസ്റ്റാർഡ് ആപ്പിൾ. ഇതാണ് മിറക്കിൾ ഫ്രൂട്ട്. ഈ ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇല്ല, ഇത് ഭയങ്കര മധുരമാണ്. ഈ ഒരു ഫ്രൂട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന എന്ത് പാവയ്ക്ക കഴിച്ചാലും മധുരത്തിൽ. അതെ, ഭയങ്കര. ഇത് കഴിച്ചിട്ട് പാവയ്ക്ക കഴിച്ചാലും മധുരം. ഒരു റെഡ് കളറിലിരിക്കും, ഒരു കുഞ്ഞു കുരു പോലെ. ഇവിടെ നിറയെ മഞ്ഞൾ ഉണ്ടായിരുന്നു, അതെല്ലാം അവര് ബക്കറ്റിലാക്കി വെച്ചേക്കാണ്. ഇത് തിന്നാൻ ഫ്രഷ് മഞ്ഞള്. അത് കണ്ടോ? എലിപ്പത്തായം. നല്ലൊരു റോബസ്റ്റ. ഈ 2 ലെയറില് അതില് സ്ട്രോബെറി ഉണ്ട്. ഇതാ ഈ കാണുന്നതാണ് സ്ട്രോബെറി. ഇതില് സ്ട്രോബെറി ലാസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. ലാസ്റ്റ് 2 ഉണ്ട് സ്ട്രോബെറി. ഈ ഫ്രൂട്ടിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല. ലോങ്ങൻ അങ്ങനെ എന്താ തോന്നുന്നു. പിന്നെ കുറച്ചു നേരം അവിടെ ഊഞ്ഞാലാടി. നല്ല രസമായിരുന്നു അവിടെ കിടക്കാനായിട്ട്. ഇളം വെയിലും നല്ലൊരു തണുപ്പും നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഹായ്. അപ്പം നമ്മൾ ഈ റൂമിനോട് ബായ് പറഞ്ഞിട്ട് ഇനി ഒരു അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ബൈ ബൈ പറയൂ പൊന്നു. ബൈ പറയേ. ബൈ. അപ്പോ അപ്പം ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത റിസോർട്ടാണ് ദൂരെയായിട്ട് കാണുന്നത്. അപ്പം നമുക്കിനി ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്കാണ് പോവേണ്ടത്. സമയം ഒരു 10 മണി ആയിട്ടേ ഉള്ളൂ, പക്ഷെ നല്ല വെയിലുണ്ട്. ഗ്യാപ്പ് റോഡിലേക്ക് പോകുന്ന വഴിയുടെ ഇരുവശത്തായിട്ട് ഫുള്ള് ഏലക്കത്തോട്ടമാണ് കാണുന്നത്. ഇതുവഴി പോകുമ്പോൾ തന്നെ ആ ഒരു സുഗന്ധം നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. പോകുന്ന വഴികളിലൊന്നും വലിയ തിരക്കില്ല, പക്ഷെ നമ്മൾ ഇത്തിരി വേഗത കുറച്ച് വേണം പോകാൻ. കാരണം വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉള്ളൊരു റോഡാണിത്. പലയിടങ്ങളിലായിട്ടും ആ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ പകൽ അങ്ങനെ ഇറങ്ങാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല.
അപ്പൊ അതിന് വേണ്ടിട്ട് മരങ്ങൾ ഇടയ്ക്കിട്ടുണ്ട്. മരം ഇല്ലാത്ത സ്ഥലത്ത് ഒന്നും तेरे प्यार में जब से झनकार से है दिल के तार में तब से तुम हो मेरे जानता हूँ मगर पहुँचाऊँ तुम तक ये कैसे खबर कब से हूँ मैं उम्मीद में है कहा जो सुन. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളൊരു പുതിയ സ്ഥലം കണ്ടെത്തിയിരിക്കുകയായിരുന്നു. ഇവിടെ നല്ലൊരു സ്പോട്ടുണ്ട്. തൂക്കുപാലം ഉണ്ടല്ലേ? വാവ്, സൂപ്പറാണ് കേട്ടോ അവിടെ. അപ്പൊ നമ്മളെല്ലാരും കൂടെ അങ്ങോട്ട് പോകാൻ പോവാണ്. അങ്ങോട്ട് പോകുന്ന എങ്ങനെ? നമുക്ക് വണ്ടി എവിടെ എത്തുമോ? റോഡ് വരെ എത്തുമോ? ന്യൂസിലൻഡുകളില്ലേ, ആ മുകളിലോട്ട് നോക്കിയാ ഫുൾ തകടി. ഇത് ഭയങ്കര ഭയങ്കര സുന്ദരമാണ്. ആ, അവിടെ അമ്പലോ പള്ളിയൊക്കെ ഉണ്ടാവും കേട്ടോ. അതാ ഒരു പള്ളിയാണ്. ദൈവം ഉണ്ടാവും. ആ വലത്തോട്ടൊരു കുഞ്ഞു വഴി കാണുന്നില്ലേ? അപ്പോൾ അതുവഴി ആ ഒരു ഇടവഴി കൂടെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പം നമ്മുടെ ഈ ചുറ്റും കാണുന്നത് ടാറ്റയുടെ ടീ എസ്റ്റേറ്റ് ആണ്. ഇവിടെ നിന്ന് താഴേക്ക് എത്തുമ്പോഴായിട്ട് അവിടെ ആയിട്ട് ഒരു ചെറിയ അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന ആ റോഡ് നേരെ പോകുന്നത് തൂക്കുപാലത്തിലേക്കാണ്. പക്ഷെ അതിപ്പോൾ ടെമ്പററി ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാപ്പ് റോഡിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കിട്ടും. വേനൽക്കാലത്ത് മാത്രമേ നമുക്ക് ഇത്ര ക്ലിയർ ആയിട്ട് ഇവിടെ എല്ലാം കാണാൻ കഴിയൂ. മഞ്ഞായി കഴിഞ്ഞാൽ ഫുൾ ഇവിടെ ഫോഗ് നിറഞ്ഞിട്ട് ഇവിടെ ഒന്നും കാണാനേ പറ്റില്ല. ഗ്യാപ്പ് റോഡിൻ്റെ മനോഹര കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങളിവിടെ കണ്ട ഒരു തൂക്കുപാലത്തിനടുത്തേക്ക് നടന്നു പോവുകയാണ്. പക്ഷെ തൂക്കുപാലത്തിന് അടുത്തേക്ക് പോകാനായിട്ട് വഴി കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ചാണ് ഈ പോകുന്നത്. ഞങ്ങൾക്ക് മുന്നേ 2 പേര് വഴി അന്വേഷിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അവർ കണ്ടുപിടിച്ച വഴിയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ആദ്യം ഒരാൾ മുന്നേ പോയിട്ടുണ്ട്. കൂടെ പോയ ആൾക്ക് എത്തിച്ചേരാൻ പറ്റാണ്ട് അവിടെ സ്റ്റക്കായി നിന്നു. പിന്നെ ഞങ്ങളുടെ ഒപ്പം കൂടി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള റിസ്ക് ആയിട്ടുള്ള യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ ഇച്ചിരി അതൊരു ബുദ്ധിമുട്ടാണ്. മുന്നോട്ട് പോയപ്പോഴറിഞ്ഞേ കൂടെ ആദ്യമേ പോയ വഴി അന്വേഷിച്ച് പോയ ആളിനെ കാണാനില്ല. ഇനി ഏത് വഴി പോകണമെന്ന് അറിയാണ്ട് ഞങ്ങൾ ദേ ഇവിടെ സ്റ്റക്കായി പോയി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴെയായിട്ടൊരു കുഞ്ഞു റോഡ് കാണാം. ആ റോഡ് കണ്ടതും ഞങ്ങൾ നേരെ തിരികെ കാറിൽ വന്നിട്ട് ഞങ്ങൾ അതുവഴി കറങ്ങി കാറിൽ പോയി. ഞങ്ങളൊരു വഴി കണ്ടുപിടിച്ച് അവരുടെ അടുത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ റോഡ് അവിടെ തന്നെ എത്തുമെന്നുള്ളതും കറക്റ്റ് അറിയില്ല. എന്തായാലും നോക്കാം. എന്തായാലും ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ആനയുടെ മുമ്പിൽ ചെന്ന് പെടാണ്ടിരുന്നാൽ ഭാഗ്യം. ഇവിടെയുള്ള മരങ്ങളുടെ മരക്കൊമ്പിലെല്ലാം തേനീച്ചക്കൂട് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. തൽക്കാലം ഒരു ഗ്യാപ്പ് കണ്ടുപിടിച്ച് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ നടക്കുകയാണ്. താഴത്തെ റോഡിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം ആന ഇറങ്ങിയ വഴിയാണിത്. ഇതുവഴി ആന പോകുന്ന വഴിയാണ്. ആന പോയതിൻ്റെ അടയാളം ഇവിടെ ഉണ്ട്. ആന ഇറങ്ങുന്ന വഴിയും ആനപ്പിണ്ടമൊക്കെ കണ്ടപ്പോഴേ മൂത്ത ആൾ കരയാൻ തുടങ്ങി. ആൾക്ക് ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചെറിയ പേടിയുള്ളത്. ചായ കുടിക്കുന്ന തേയിലയുടെ കായാണ് കണ്ടോ, കുരു. ഇത് മുളവല്ല പൊന്നെ, മുളവല്ല, തേയിലയുടെ കുരു കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. ഇത് ആന ഇറങ്ങുന്ന സ്ഥലമാണ്. വരണ വഴിയിലൊക്കെ ആനപ്പിണ്ടം നിറയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പേടിയുണ്ട്. അതാ നോക്കി നോക്കി. അയ്യോ കാടാ വഴി. ആ വഴിയിൽ ഇറങ്ങാൻ പറ്റൂലേ? നോക്കേട്ടാ, ഇത് പശു പൊരി വെയിലൊരു കുട പോലും ഇല്ല. ഈ തേയിലയാണ് മാളു നമ്മൾ ചായ കുടിക്കുന്ന തേയില കേട്ടോ. മോളിവിടെ പേടിക്കണ്ട. കാരണം ഇവിടെ ആന്റിമാരൊക്കെ ഈ തേയില തോട്ടത്തിലൊക്കെ ജോലിക്കുന്ന എന്തോരം ആന്റിമാരാ ഇവിടെ ജോലി ചെയ്യുന്നത്. മോൾക്ക് ധൈര്യം കൊടുത്ത ലാസ്റ്റ് ഞാൻ തന്നെ പേടിച്ചു.
ശരിക്കും ഇത്രയും നടക്കാനുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഒരു കുട പോലും എടുക്കാണ്ടാണ് നടന്നത്. ആ വെള്ളമുണ്ട്, സൂപ്പർ വെള്ളമല്ലേ. രാത്രി സമയമൊക്കെ എനിക്കൊന്ന് ആന ഇറങ്ങും അല്ലേ, വൈകിട്ടും ഒക്കെ ആവുമ്പോ. ആരും രാത്രി പകലിനിടയ്ക്കാണ് നോക്കിയത്. പകല് എനിക്ക് തോന്നില്ല, ഈ സമയത്ത് വന്നിട്ടൊന്നും കഴിക്കാനൊന്നും കിട്ടാനില്ലല്ലോ. ഇതൊക്കെ ഈ ഒരു സ്ഥലം കാണാൻ എന്തൊരു ഭംഗിയല്ലേ. ആനയൊക്കെ ഇറങ്ങുന്നത് ഇവിടെയാണ്. അങ്ങനെ 2-2.5 കിലോമീറ്റർ നടന്നപ്പോഴേക്കും നമ്മുടെ തൂക്കുപാലം എത്തി. തടി കൊണ്ട് നിർമ്മിച്ച ഒരു പഴയ തൂക്കുപാലമാണിത്. സൈഡിലൊക്കെ ആയിട്ട് നല്ല തുരുമ്പ് പിടിച്ച കമ്പികളും നെറ്റുമാണ് ഉള്ളത്. വലിയ സേഫ്റ്റിയും കാര്യങ്ങളൊന്നും ഉള്ളതല്ല. ഈ ഒരു തൂക്കുപാലം പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ളതാണ്. അപ്പം നമ്മുടെ ചുറ്റും ഈ കാണുന്ന തേയിലത്തോട്ടം ടാറ്റയുടെ ടീ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾക്ക് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട്ടേക്ക് എളുപ്പത്തിന് വരാൻ വേണ്ടിയിട്ടാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത്. തൂക്കുപാലത്തിന് അങ്ങ് അറ്റം വരെ നടക്കാൻ സാധിക്കും. പക്ഷേ അതിന് വലിയ ബലമുണ്ടോ എന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു റിസ്കിന് നിന്നില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നു. പെട്ടെന്ന് ഇവിടെ നിന്ന് ഒരു വെടിവെച്ചയും ആനയുടെ അലർച്ചയും കേട്ടു. ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഓടാൻ തുടങ്ങി. നമ്മൾ വന്ന വഴി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അന്തം വിടും. പെട്ടെന്ന് പൊയ്ക്കോ, ആന ഇങ്ങെത്തണേന് മുന്നേ. നല്ല വെയിലായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും നടന്നു തളർന്നു. അപ്പം നമ്മൾ കൊച്ചിയിലേക്ക് പോകാനായിട്ട് ഒരു ഷോർട്ട് കട്ട് പിടിച്ച് പോവുകയാണ്. ഇവിടെയുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം കൂടുതലായിട്ടും ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ പൈപ്പുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോഡിൽ കൂടെ പോകുന്ന ടൈമിൽ തന്നെ പൈപ്പ് പൊട്ടി വെള്ളം കാറിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീ ആയിട്ടൊരു കാർ വാഷും നടത്തി. ഷോർട്ട് കട്ട് ആയതുകൊണ്ട് തന്നെ വലിയ വീതിയില്ലാത്ത റോഡാണ്. ഇതെല്ലാം ഇലക്ട്രിക് ലൈൻ അല്ലേ ഈ കാണുന്നത്. ഇതെല്ലാം പൈപ്പ് ലൈൻസ് ആണ്. ഇത് വെള്ളം കൊണ്ടുപോകുന്നത്, ഓരോരുത്തരുടെ വീടുകളിൽ വെള്ളം കൊണ്ടുപോകുന്നത്. കണ്ടോ? ഇത്തിരി നേരത്തെ നമ്മളെ മുകളിൽ വീട്ടിലെ ഈ കായത്താണ്. അതുകൊണ്ട് നമ്മൾ വണ്ടി കഴിക്കും. അടിപൊളിയല്ലേ ആ വീട്ടിലെ വൈബ് ഉണ്ടോ? രാത്രി എന്ത് പേടിച്ചായിരിക്കും കിടക്കണല്ലേ, ആന കയറും എന്നുള്ള ഇതില്. അതെ, അത് സർപ്പഗന്ധി അല്ലേ? ഇതാണ് നമ്മളെ ഇത് കൊയ്യാൻ ഇടയ്ക്ക് ആന ഇറങ്ങി കൊയ്യുമായിരിക്കും. നല്ല തണല് വേണം ഇതിന്.